സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടാണ് കങ്കുവ കാണാൻ വേണ്ടി പോയത്. ശിവയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ റിലീസായിട്ടുള്ള സിനിമയാണ് കങ്കുവ. 2 കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. 1070 കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിലെ പടയാളികൾ ഇന്ത്യൻ ഉപദ്വീപിലെ 5 പ്രധാനപ്പെട്ട ദ്വീപുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി വരുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൽ കങ്കുവ എന്ന് പറയുന്ന സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പെരുമാറ്റി സംരക്ഷിക്കാൻ വേണ്ടി കങ്കുവ നടത്തുന്ന ചെറുത്തുനിൽപ്പാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ 1070 കാലഘട്ടത്തെ 2024 ഇതേപോലത്തെ ഒരു അധിനിവേശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇത് ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന രീതിയുമാണ് ശിവ ഈ ഒരു സിനിമയിൽ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു ബിഗ് ബൈറ്റ് ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. DSPയുടെ മ്യൂസിക് ആകട്ടെ ഒട്ടും എൻഗേജിങ് അല്ല. സൂര്യയുടെ പെർഫോമൻസും അതുപോലെ ലൗഡ്നെസ് ആയിട്ടുള്ള വോയിസും കൂടി ആവുമ്പോൾ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഇരുന്നു പോലും ഉറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഈ സിനിമയിലൂടെ കിട്ടുന്നത്. ഇത്രയും കാശ് മുടക്കി അല്ലെങ്കിൽ ഇത്രയും നാളത്തെ സൂര്യയുടെ എഫേർട്ടിന് ഒരു പുല്ലുവിലയാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ഒരു 200 രൂപ മുടക്കി ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്.